ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ലൈഫ്, അതുപോലെ ഇവിടുത്തെ ജോബ്, ഇതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഇതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ യുഎഇയിൽ അല്ലെങ്കിൽ റാസൽ ഖൈമയിൽ വന്നിട്ട് ഇപ്പോൾ 2.5 വർഷമാവുന്നു. സോ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ ഫസ്റ്റ് സ്ഥലത്തെക്കുറിച്ചിട്ട് പറയാം. റാസൽ ഖൈമ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിറ്റി ഏരിയ ഒന്നുമല്ല, നമ്മുടെ നാട്ടിൻപുറമൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സെറ്റിൽഡ് ആവാൻ പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. മെയിൻലി ഫാമിലിയൊക്കെ ആണെങ്കിൽ സെറ്റിൽഡ് ആവാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എക്സ്പെൻസ് കുറച്ച് കുറവായിരിക്കും മറ്റ് എമിറേറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പം. അതുപോലെ തന്നെ മറ്റ് എമിറേറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ സാലറിയും കുറച്ച് കുറവായിരിക്കും. പക്ഷേ എക്സ്പെൻസ് കുറവായത് കൊണ്ട് തന്നെ ഫാമിലിക്കൊക്കെ അത്യാവശ്യം സെറ്റിൽഡ് ആവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് റാസൽ ഖൈമ. പിന്നെ നിങ്ങൾ കുറച്ച് ഹൈഫൈ ലൈഫൊക്കെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നതെങ്കിൽ വേറെ കുറച്ചുകൂടി ബെറ്റർ എമിറേറ്റ്സ് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഇവിടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ നേടണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് വരുന്നവർക്ക് പറ്റിയൊരു സ്ഥലമായിട്ടാണ് റാസൽ ഖൈമ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി ഇവിടുത്തെ ലൈഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ലൈഫ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സിമ്പിൾ ലൈഫാണ്. നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഈ ഒരു ഏരിയ ആണ് നമ്മളുടെ ഒരു ഏരിയ കേട്ടോ. ആ ഒരു ലോകം എന്നൊക്കെ പറയത്തില്ലേ, ആ ഞങ്ങളുടെ ലോകത്തുള്ള ഒരു ജീവിതമാണ് ഞങ്ങൾക്കിവിടെ. സോ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ വളരെ അധികം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നാട്ടിലോട്ട് പോകുമ്പം അത് വേറൊരു ഫീലാണ്, ഇവിടെ വേറൊരു ഫീലാണ്. പക്ഷേ ഞാൻ ഞങ്ങളുടെ ഈ ഒരു ലൈഫ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ജോബിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പ്രസൻ്റ്ലി ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഒരു 2-3 മാസമായി. കാരണം നമ്മൾ നാട്ടിലോട്ട് പോയപ്പോൾ ഒന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ പോയത് കേട്ടോ. കാരണം ഇവിടുത്തെ ജോബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങ് ബിസി ലൈഫ് ആവുന്നത് കൂട്ട് തോന്നി എനിക്ക്. സോ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം ജോബ് പ്രസൻ്റ്ലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാം. സോ ജോലിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഇപ്പോൾ 2 പേർക്കും ഇവിടെ ജോലി വരുമ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര ഒരു ബിസി ലൈഫിലേക്ക് മാറുന്നത് കൂട്ട് എനിക്ക് തോന്നി കേട്ടോ. സോ അത് കറക്റ്റ്ലി ടൈം മാനേജ്മെൻറ്റ് ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്തേക്കാം. സോ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഫാർമസിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷനിലൊക്കെ ആകുമ്പം പല സമയങ്ങളിൽ ഡ്യൂട്ടി വരാം. ചിലപ്പോൾ രാത്രി 2 മണി വരെയൊക്കെ ഡ്യൂട്ടി കാണും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അത് ലൈഫിനെ എഫക്റ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരാൾ പോകുന്ന സമയത്തല്ലായിരിക്കും അടുത്ത ആൾക്ക് ഡ്യൂട്ടി. സോ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരാം. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഒരു ജോലിയാണ് എങ്കിൽ ചിലപ്പം ഇങ്ങനത്തെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ വരണമെന്നില്ല കേട്ടോ. ഇത് മെയിൻലി ഇപ്പോൾ ഒരാൾക്കുള്ള സമയത്ത് അടുത്ത ആൾക്ക് ഡ്യൂട്ടി ഇല്ലായിരിക്കും. അടുത്ത ആൾ വരുന്ന സമയത്തായിരിക്കും ഒരാൾക്ക് അപ്പോൾ കാണാൻ പോലും പറ്റാത്ത ചിലപ്പോൾ ചില ദിവസങ്ങൾ വരും. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് മിന്നായം പോലെ കണ്ടിട്ട് ഓടുന്ന ദിവസങ്ങൾ വരും. സോ അതൊക്കെ ചിലപ്പോൾ ലൈഫിനെ എഫക്റ്റ് ചെയ്തേക്കാം. സോ അതാണ് മെയിൻ എനിക്ക് ജോലിയുടെ കാര്യത്തിൽ തോന്നിയ ഒരു പ്രശ്നം കേട്ടോ. പിന്നെ ഇവിടുത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സ് പിടിച്ച് ഭയങ്കര അത് ഓരോ ഫാർമസീസും ഓരോ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ എനിക്ക് തോന്നിയ കാര്യം, നാട്ടിലെ ആ ഒരു ജോലിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നാട്ടിലെ പോലെ അല്ല ഇവിടുത്തെ ജോബ് എന്ന് പറഞ്ഞാൽ. എനിക്കേത് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നാട്ടിലെ ജോലി തന്നെയാണ് ഇഷ്ടം കേട്ടോ. സോ നാട്ടിലെ ആ ഒരു ജോബുമായിട്ട് ആ ഒരു ജോബോ ആ ഒരു അറ്റ്മോസ്ഫിയറോ ഒന്നും ചിലപ്പോൾ ഇവിടെ കിട്ടിയെന്ന് വരത്തില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇറങ്ങുന്ന കുട്ടികളോട് പറയുന്നത്, ആദ്യം നിങ്ങൾ നാട്ടിലൊന്ന് നിന്നിട്ട് വരിക. കാരണം അത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോൾ ട്രെയിനി ആയിട്ട് ഇപ്പോൾ ഇവിടെ വരുന്നവരുണ്ട്, അങ്ങനെ വരുന്നത് നല്ലതാണ്. ഇവിടെ പെട്ടെന്ന് സെറ്റിൽഡ് ആവാൻ പറ്റും. ഇവിടെ നല്ല ജോബ് പിന്നെ പിന്നെ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒന്ന് നാട്ടിലെയും കൂടി ജോബ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരിക കേട്ടോ. സോ അതാണ് മെയിൻലി ജോലീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എന്ന് പറഞ്ഞുകൊണ്ട് ജോലി ഭയങ്കര സ്ട്രെസ്സാണ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ജോലി ഭയങ്കര മറ്റു ജോലികൾ വെച്ച് ചിലപ്പോൾ ചില ജോലികളൊക്കെ ഞാൻ നോക്കുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ജോബ് ഭയങ്കര അൽഹംദുലില്ലാ എന്നേ പറയത്തുള്ളൂ. എന്നാലും നമുക്ക് നാട്ടിലെ ആ സെയിം ഒരു അറ്റ്മോസ്ഫിയർ കിട്ടണമെന്നില്ല ഇവിടുത്തെ ജോബിന്. പിന്നെ ഇവിടുത്തെ ലൈഫ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞങ്ങൾ വളരെ ഒരു സിമ്പിൾ ലൈഫാണ് കൊണ്ടുപോകുന്നത്. മെയിൻലി നമുക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും ഇപ്പം കുറച്ച് ഇപ്പം മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഒന്ന് സെറ്റ് ആവണം എന്ന് വിചാരിച്ചു വരുന്നവരായിരിക്കുമല്ലോ. സോ അവർക്ക് ഇവിടെ ഒരു മിക്കവരും ഒരു സിമ്പിൾ ലൈഫായിരിക്കും കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ യു എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യു എ പ്രവാസി എന്ന് പറയുമ്പോഴത്തേക്കിനും നാട്ടിലൊക്കെ ഒരു ഭയങ്കര ഒരു ഇതാണെങ്കിലും, ഇവിടെ നമ്മൾ മിക്ക ഒരു 80% പ്രവാസികളും വളരെ ചുരുങ്ങിയ
തന്നെയായിരിക്കും, അല്ലെങ്കിൽ വളരെ ഒരു സിമ്പിൾ ലൈഫായിരിക്കും കൊണ്ടുപോകുന്നത്. കാരണം അവരിവിടെ വരുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ അല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കുമല്ലോ, നമ്മളെ നാട് വിട്ട് വീട്ടുകാരെ എല്ലാം ഇങ്ങോട്ട് വരുന്നത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാനും ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനും ഒക്കെ ആയിരിക്കും. സോ ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറയുമ്പം എല്ലാവരും പുറത്തുനിന്ന് കാണുന്ന കൂട്ട് ഭയങ്കര ഒരു ഹൈഫൈ ലൈഫൊന്നും ആവണമെന്നില്ല ഇവിടെ. ഇവിടെ കുറേ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. മിക്ക പ്രവാസികളെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നാട്ടിലൊക്കെ വലിയ വീടൊക്കെ വെച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് 2 റൂമിലായിരിക്കും അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. സോ അത് ചിലപ്പോൾ പലരും മനസ്സിലാക്കണമെന്നില്ല, പലരും അത് ഉൾക്കൊള്ളണമെന്നുമില്ല. നാട്ടിലുള്ളവർ ചിലപ്പോൾ നമ്മളിപ്പം പ്രവാസി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അവർ ആ ഒരു രീതിയിലായിരിക്കും കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് സിമ്പിളായിട്ടുള്ള ലൈഫാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. നമ്മൾ രണ്ടുപേരും ഒരു ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ആവണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് പറ്റൂ. സോ അത് പലരും മനസ്സിലാക്കണമെന്നില്ല. അതാണ് എനിക്കിവിടെ വന്നിട്ട് തോന്നിയ ഏറ്റവും വലിയ ഒരു ഒരു നെഗറ്റീവ് എന്ന് തോന്നിയ കാര്യം. അതുപോലെ തന്നെ ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രെസ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര സ്ട്രെസ് ഇല്ല എങ്കിലും മിക്ക പ്രവാസികൾക്കും അങ്ങനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ഇപ്പം നാട്ടിലൊക്കെ ഇപ്പം ഒറ്റയ്ക്കൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ അവരുടെ ജോബൊന്നും ചിലപ്പോൾ അത്ര സെക്യൂർ ആവണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരിക്കും. അത് ചിലപ്പോൾ ആരും മനസ്സിലാക്കണമെന്നില്ല. നാട്ടിലുള്ളവർ ചിന്തിക്കുന്നത് ഇവിടെ പ്രവാസിയാണല്ലോ എന്ന് ചിന്തിച്ച് ചിലപ്പോൾ അവർ പല കാര്യങ്ങളും ചോദിച്ചേക്കാം. പക്ഷേ ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരിക്കും. ഇവിടെ എത്രയോ പ്രവാസികൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് മരണപ്പെട്ടു പോകുന്നു. അതിന് മെയിൻ കാരണം എനിക്ക് തോന്നിയത് ഇങ്ങനത്തെ കൂടുതലും സ്ട്രെസ്സാണ് കേട്ടോ. എല്ലാവരും പറയാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എത്ര പ്രവാസികൾ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടായിരിക്കും. സോ ഇവിടെ ഫാർമസിയിലൊക്കെ വരുന്നവർ മിക്കവരും ഗ്യാസ്ട്രിക് പ്രോബ്ലം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എത്ര പേര് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർ ഇവിടെ ഉണ്ട്? മിക്ക പ്രവാസികളും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പല ടൈമിലായിരിക്കും അവർക്ക് ജോലി എന്ന് പറയുന്നത്. ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും. അപ്പോൾ നൈറ്റ് അത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വന്ന് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കണമെന്നില്ല. സോ അങ്ങനത്തെയൊക്കെ ഒരു ലൈഫ് കൊണ്ടുപോകുന്നവരായിരിക്കും ഇവിടെ മിക്കവരും. അതിന് മെയിനായിട്ടുള്ള റീസൺ എന്താ? എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം, അല്ലെങ്കിൽ വീട്ടിലുള്ളവരെയൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അവർ ഓരോ ദിവസവും കൊണ്ടുപോകുന്നത്. അത് എല്ലാവരും മനസ്സിലാക്കാനും കൂടി നോക്കാം. നമ്മൾ നാട്ടിലുള്ളവരായാലും അത് മനസ്സിലാക്കാനായിട്ട് നോക്കാം. നമ്മൾ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ പലർക്കും വേണ്ടി നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയ പ്രവാസി ജീവിതം എന്ന് പറയുന്നത്. കാരണം നമ്മൾ വലിയൊരു വീടൊക്കെ നാട്ടിൽ കെട്ടിയിട്ടാൽ പോലും അതിലൊന്ന് സമാധാനമായിട്ട് ഒരു 3-4 മാസം പോയി നിൽക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഫുള്ളി നെഗറ്റീവ് ഒന്നും അല്ല കേട്ടോ. ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഈ ഒരു മണ്ണാണ് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്ന് ഒരു വിശ്വാസം തന്നത് ഇവിടെ വന്നിട്ടാണ്. മിക്ക പ്രവാസികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ലോകമാണ്. അതായത് ഈ ഒരു റൂം അല്ലെങ്കിൽ ഈ 2 റൂമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലോകമാണ്. ഇങ്ങോട്ട് കയറിയാൽ ഇവിടെ ആരെയും കുറ്റം പറയാനോ അപ്പുറത്തും ഇപ്പുറത്തും പോയി അടിയുണ്ടാക്കാനോ വഴക്കിടാനോ അങ്ങനെ ഒന്നും ഇല്ലാത്ത നമ്മുടെ ഒരു കുഞ്ഞൊരു ലോകമാണ്. സോ അതും എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ലൈഫ് എങ്ങനെ ആയാലും ഈ ഒരു സ്ട്രെസ്സ് റിലീഫാക്കാൻ വേണ്ടി നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ എപ്പോഴോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാം. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും പോകാൻ പറ്റുന്നുണ്ട്. ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല പല ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗ്യം കിട്ടിയത് ഇവിടെ വന്നിട്ട് തന്നെയാണ് കേട്ടോ. സോ അങ്ങനത്തെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട് ഇവിടെ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.